ആർക്കൊക്കെ എതിരെ കേസ് വരും? കേസ് വരുന്ന യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും മെയിൻ നമുക്ക് രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറയാത്തതല്ലത് മോഹൻലാൽ, ആക്ടർ മോഹൻലാലാണ് ഇതിൻ്റെ ഹോസ്റ്റ്. അദ്ദേഹം ഇത് ഹോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ആദ്യം തന്നെ വന്നു അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇതിനകത്ത് ഈ അക്രമത്തിന് കൂട്ടുനിന്ന ആളായി മാറുകയാണ്. അദ്ദേഹത്തിനെതിരെ കേസ്. നമ്മുടെ ബിഗ് ബോസ് മിക്കവാറും പൂട്ടിക്കെട്ടും കേട്ടോ. ബിഗ് ബോസിനെതിരെ, ഏഷ്യാനെതിരെ, മോഹൻലാലിനെതിരെ ഒക്കെ ഒരു കേസൊക്കെ ഒരു വക്കീൽ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്ത് കാരണത്തിനാണ് ഫയൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റോക്കി അണ്ണൻ മാസ് കാണിച്ച് ഷിജോയെ ഇടിച്ചൊരു വീഡിയോ ഒക്കെ ഏഷ്യാനെറ്റുകാർ വളരെയധികം റേറ്റിംഗിന് വേണ്ടിയിട്ട് BGM ഒക്കെ കയറ്റി ഇറക്കിയിരുന്നല്ലോ. ആ ഒരു ആക്ട്, അങ്ങനെയുള്ള വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ TV ഷോയിലൂടെ നാട്ടുകാരെ മൊത്തം കാണിക്കുന്നത് ഒരു ഒഫൻസ് ആണ് എന്ന രീതിയിലാണ് ഒരു വക്കീല് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങേര് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ള വയലൻസ് ഇതൊരു റിയാലിറ്റി ഷോ ആണ്, റിയൽ ആയിട്ടുള്ള നടന്നൊരു കാര്യവുമാണ്, സിനിമയൊന്നുമല്ല. അപ്പൊ അതുപോലെ റിയൽ ആയിട്ട് നടന്നൊരു കാര്യം, അതുപോലെ തന്നെ റോക്കി ഇടിക്കുകയും അയാളുടെ താടിയെല്ലിന് പരിക്ക് പറ്റുകയും അതിൽ തുടർന്ന് ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പൊ അത്രയും റിയാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ റിയൽ ആയിട്ട് നടന്നൊരു കാര്യം ഇങ്ങനെ BGM ഒക്കെ കയറ്റി ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ രീതിയിലൊക്കെ TVയിലൂടെ കാണിക്കുന്നത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാനും ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ വാച്ച് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു പ്രോഗ്രാം, അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ ഇങ്ങനൊരു അക്രമം നടന്നത് ഷൂട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണുമ്പം നമ്മളായിരിക്കും അത് നോർമലല്ലേ. കാരണം സിനിമയിൽ ഇപ്പം ഒരാളെ കൊലപാതകമോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ അതേപോലെയല്ല, ഇതൊരു റിയാലിറ്റി ഷോയിൽ ഇവർ തന്നെ പരസ്യം ചെയ്യുന്നത് ഇത് റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നടന്ന ഒരു ഷോയിൽ ഒരു സഹ മത്സരാർത്ഥി ആക്രമിക്കുന്നു. അത് ഗുരുതരമായ പരിക്കാണ് ഏൽപ്പിക്കുന്നത്. അയാളുടെ മുഖത്ത് ഇവിടെ താടിയിൽ ഇടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വന്നു എന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് അവർ തന്നെ, ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനലിൽ പിന്നീടുള്ള റിപ്പോർട്ടുകൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾക്ക് 2 ആഴ്ചത്തെ വിശ്രമം സർജറിക്ക് ശേഷം അനുവദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കോഡ്സ്, അതായത് ഇതിൻ്റെ മൊത്തം റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് 1995 സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 ആണ്. ഇതിൽ പ്രോഗ്രാം കോഡ്സും ഉണ്ട്, അഡ്വർടൈസിംഗ് കോഡ്സും ഉണ്ട്. ഈ 2 കോഡ്സിൻ്റെയും വയലേഷനാണ് ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത്. അതിൽ വയലേഷൻ ഇതിൽ പറയുന്ന യാതൊരുവിധ ഒബ്സീൻ കണ്ടന്റും ഇത് ചെയ്യാൻ പാടില്ല, എയർ ചെയ്യാൻ പാടില്ല. ഒബ്സീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാസ്റ്റിവിയസ് മാത്രമല്ല, അതിനകത്ത് ഈ വയലൻസ് വരുന്ന ഏത് സാധനത്തെയും നമുക്ക് ഒബ്സീൻ എന്ന് പറയാം. അതായത് കാഴ്ചക്കാരന് മെൻ്റലി അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന, മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണെന്നെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ അക്രമം, അതായത് ഡയറക്റ്റ് അക്രമം കാണിച്ചിട്ട്, ഇത് ഈ പ്രോഗ്രാമിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ശരിയാണ് ഈ വക്കീൽ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒബ്സീൻ കണ്ടന്റുകൾ എയർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് നമ്മുടെ നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണുന്ന ഒരു പരിപാടിയാണെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി 16 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മേപ്പോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു പരിപാടിയാണിത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി 18+, അതായത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറയണമായിരുന്നു. 16 വയസ്സുള്ള പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന അങ്ങനെ കുറെ കാര്യങ്ങളാണ്. എനിവേ, ഈ ഒരു വകുപ്പുകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വക്കീല് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അത് അവിടുന്ന് DGP ഒക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിനെ എങ്ങനെ ഏഷ്യാനെറ്റും എൻ്റെ മോൾ ഷൈനും അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെ നേരിടുമെന്നുള്ളതാണ് ഇനിയും നമുക്ക് അറിയേണ്ടത്. അടി നടന്നിരിക്കുന്ന ഗ്രീവിയസ് കട്ടാണ്. IPC സെക്ഷൻ 320 325 വരും. ഇതിന് പോലീസിന് സോമോട്ടോ കേസെടുക്കാവുന്നതായിരുന്നു. അവരാരും അത് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് DGPക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന്. പിന്നെ ഇവർ ചെയ്തിരിക്കുന്ന വേറൊന്നെയും ഞാൻ പറഞ്ഞു, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്തു. പിന്നെ അവരുടെ തന്നെ ചാനൽ വഴി അത് കൂടുതൽ പ്രൊമോഷൻ വീഡിയോ കൊടുത്തു. അപ്പം അഡ്വർടൈസിംഗ് കോഡിനെതിരാണ്, പ്രോഗ്രാം കോഡിനും എതിരാണ്. അപ്പോൾ ഇത് മാത്രമല്ല, IT ആക്ട് സെക്ഷൻ 66E 67 അട്രാക്ട് ചെയ്യും. 66E എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. ഈ അടി കിട്ടിയ ആളുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണ്. ഒരാളെ ആക്രമിച്ചിട്ട് നമ്മളൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 67 എന്ന് പറയുന്നത് IT ആക്ട് സെക്ഷൻ 67 എന്ന് പറയുന്നത് പബ്ലിഷിംഗ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് മീഡിയ ആണ്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വഴിയുള്ള ഏത് ഇതിനെയും ആ 67 അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഇത് വരുന്നുണ്ട്. അതുപോലെ പ്രോഗ്രാം കോഡിന് വയലേഷൻ. ഇത് ഇത്രയും കംപ്ലീറ്റ് വയലേഷൻ വന്നിട്ടും ആരും അനങ്ങുന്നില്ല. ഇതിൻ്റെ അധികാരികൾ എന്ന് പറയുന്ന ആരും ഇതിനെതിരെ അനങ്ങുന്നില്ല. ഫസ്റ്റ് നടപടി എടുക്കേണ്ട പോലീസാണ്. പോലീസ് സോമോട്ടോ പോലും കേസെടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് DGPക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. ഇപ്പോൾ എനിക്ക് DGPയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്ലൈ എനിക്ക് തന്നിരിക്കുന്നത്,
എൻ്റെ കംപ്ലയിൻറ്റ് കമ്മീഷണർക്ക് തിരുവനന്തപുരം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഫർദർ ആക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ സെയിം ടൈമിൽ തന്നെ ഞാൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്. കാരണം ഈ പ്രോഗ്രാം തന്നെ സിസേഷന് വേണ്ടി അത് നിർത്തിവെപ്പിക്കാൻ, അതായത് എയർ ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. കാരണം ഇത് ഇത്രയും വലിയ പ്രോഗ്രാം വയലേഷനാണ്, അവർ റൂൾസ് വയലേഷനാണ് നടത്തിയത്. അപ്പൊ പ്രോഗ്രാം നിർത്തണം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നിർത്തിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു വകുപ്പുണ്ട്. കാരണം റോക്കി ചെയ്തത് ഒരു ഒഫൻസ് ആണ്. അത് ഞാൻ പറഞ്ഞിരുന്നു, റോക്കി ഇത് വെളിയിൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റോക്കി ഇന്ന് അകത്തായനെ. വധശ്രമത്തിനുള്ള ഒരു FIR റോക്കിയുടെ പേരിൽ തീർച്ചയായിട്ടും വന്നേനെ. കാരണം ഒരാളെ ഇടിച്ച് അയാൾക്ക് പരിക്ക് പറ്റി അയാൾക്ക് ഓപ്പറേഷൻ വരെ ചെയ്യേണ്ടി വന്നു. മേജറായിട്ടൊരു ഒഫൻസ് തന്നെയാണ് റോക്കി ചെയ്തത്. എന്തായാലും ഈ ഒരു വാർത്ത പുറത്ത് വന്നതിന് ശേഷം രണ്ട് അഭിപ്രായങ്ങളാണ് വരുന്നത്. ഒന്ന്, ഈ ഒരു വക്കീലിന് കേസില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ഒന്ന് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ കാണിച്ചൊരു പ്രകസനമാണ് എന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നതോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വക്കീൽ പറഞ്ഞതൊക്കെ കാര്യമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊന്നും നമ്മളൊരു ടെലിവിഷൻ ചാനലിലൂടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ റോക്കി ചെയ്ത ഒരു ഒഫൻസ് കൂടിയാണ്. വക്കീൽ പറയുന്നത് കാര്യം തന്നെയാണ്. അപ്പൊ അതിനെ അങ്ങനെ കാണേണ്ട ഒരു കാര്യമുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിവേ, പറയേണ്ടവർക്ക് പറയാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിത് ജെനുവിനായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ജെനുവിനിറ്റി ഉള്ളൊരു കാര്യം തന്നെയാണ്. ഇതേ അഭിപ്രായമുള്ള കുറെ പ്രേക്ഷകരുമുണ്ട്. എന്തായാലും ഈ ഒരു കേസിനെ ബിഗ് ബോസും എൻഡമോൾ ഷൈനും ഏഷ്യാനെറ്റും ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഇനിയിപ്പോ കേസ് വരുവാണെങ്കിൽ മോഹൻലാലിനും ഏഷ്യാനെറ്റിനും എൻഡമോൾ ഷൈനും ഇപ്പൊ റോക്കിക്കെതിരെയും കേസ് വരാൻ സാധ്യതയുണ്ട്. ഏഷ്യാനെതിരെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കേസിൽ നിന്ന് ഏഷ്യാനെറ്റിന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഏഷ്യാനെറ്റ് ഒരു കാര്യം എഴുതി കാണിക്കും. അത് ഇങ്ങനെയാണ്: ഇതൊരു വിനോദാനുഷ്ഠിത പരിപാടിയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവതാരകർ, മത്സരാർത്ഥികൾ, അതിഥികൾ, മറ്റ് വ്യക്തികൾ എന്നിവർ പ്രകടിപ്പിക്കുന്ന അറിവുകൾ, ആംഗ്യങ്ങൾ, അഭിപ്രായങ്ങൾ, പ്രകടനങ്ങൾ, പ്രസ്താവനകൾ, വിമർശനങ്ങൾ എന്നിവ അവരുടെ മാത്രം അഭിപ്രായങ്ങളാണ്. അതിനെ ചാനലോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡോ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല. ഈ പരിപാടി ഏതെങ്കിലും വ്യക്തിയുടെ ധാർമ്മികത, വികാരങ്ങൾ, ആചാരങ്ങൾ, സംസ്കാരം, ജാതിമത വിശ്വാസങ്ങൾ എന്നിവയെ ഹനിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. കൂടാതെ അതിന്റെ ഉള്ളടക്കം, പ്രമേയം എന്നിവ ഏതെങ്കിലും വ്യക്തിയോ ജാതിമത വിഭാഗങ്ങളെയോ സമുദായത്തെയോ സ്ഥാപനത്തെയോ ജനതയോ തൊഴിലിനെയോ വേദനിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഈ പരിപാടിയുടെ ഉള്ളടക്കത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പ്രേക്ഷകരോ മറ്റു വ്യക്തികളോ എടുക്കുന്ന തീരുമാനങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവ അവരുടെ മാത്രം സ്വാതന്ത്ര്യവും വ്യക്തിപരവുമായ തീരുമാനങ്ങളാണ്. ആയതുമൂലം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾക്ക് ചാനലിനോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനോ ഉത്തരവാദിത്തമോ ബാധ്യതയോ ഉണ്ടായിരിക്കുന്നതല്ല. ഈ പരിപാടി കാണിക്കുന്ന പ്രകടനങ്ങൾ വിദഗ്ധരുടെ മേൽനോട്ടമോ ശരിയായ മാർഗനിർദ്ദേശങ്ങളോ ഇല്ലാതെ അനുകരിക്കാതിരിക്കുക. കൂടാതെ ഇതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രേക്ഷകർക്ക് ഉചിതമായ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് അഭികാമ്യമാണ്. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ഏഷ്യാനെറ്റ് എഴുതി കാണിക്കാറുണ്ട്. ഈ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഏഷ്യാനെറ്റിന് പിടിച്ചു നിൽക്കാം ഈ ഒരു കേസിൽ. എനിവേ, കേസിന് എന്തൊക്കെയായി തീരുമെന്നാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു കേസ് കൊടുത്താണ്. ഇതിന് ഏത് കാലത്ത് എങ്ങനെ ഇതിന്റെ വിധി വരുമെന്നൊക്കെ പറയാനായിട്ട് കുറെ നാളുകൾ പിടിക്കും ഈ കേസ് നടക്കാനായിട്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പവർഫുൾ സിസ്റ്റത്തിനെതിരെ, ഒരു കോർപ്പറേറ്റ് കമ്പനിക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തായി തീരുമെന്ന് നമുക്ക് കണ്ടറിയണം. ഈ കേസ് കൊടുത്തതിനെ പറ്റി, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ പറ്റിയൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എനിക്ക് ഈ ഷോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഒരുപോലെ ഉള്ളൂ. ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടന്റ് കിട്ടും, ചിരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക.